ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെ പറയാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പറ്റി ഒരു 2 to 3 മിനിറ്റ്സിനുള്ളിൽ പറയണം. അതാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. മിക്കവാറും ഇൻ്റർവ്യൂസിന് നമ്മൾ ചെല്ലുമ്പോൾ അവർ നമ്മളെ ഒന്ന് ഓക്കെ ഗുഡ് മോർണിംഗ് ഒക്കെ വിഷ് ചെയ്ത് ഇരിക്കാൻ പറയുന്നു. അതിനുശേഷം ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നൊരു ക്വസ്റ്റ്യനിൽ നിന്നായിരിക്കും. പ്ലീസ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നൊക്കെ പറഞ്ഞുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നായിരിക്കും ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും സെൽഫ് ഇൻട്രൊഡക്ഷൻ പഠിച്ചിട്ട് പോകുന്നതാണ് നല്ലത്. സെൽഫ് ഇൻട്രൊഡക്ഷൻ ബൈ ഹാർട്ട് പഠിക്കണമെന്ന് പറയുന്നില്ല, പക്ഷേ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്ന് കീവേഡ്സ് ഒക്കെ ഒന്ന് മൈൻഡിൽ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ട് പോകുന്നതാണ് നല്ലത്. ഇപ്പം ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷനെ പറ്റിയിട്ടാണ്. ഇത് അല്ല നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ. നിങ്ങളിതിൽ ചേഞ്ചസ് വരുത്തണം. പക്ഷെ എങ്ങനെയൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഞാൻ പറയാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ പേരാണ് പറയേണ്ടത്. അപ്പം ഞാൻ എൻ്റെ വെച്ചിട്ട് ഞാൻ എക്സാമ്പിൾ പറയാട്ടോ. അതാണ് ഒരു മോഡലായിട്ട് ഞാൻ ഇവിടെ എൻ്റെ തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഐ ആം അലിൻ ജോസഫ് എം ഓർ മൈ നെയിം ഇസ് അലിൻ ജോസഫ് എം. ഈ രണ്ട് സെൻറ്റൻസസ് ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി വീട് എവിടെയാണെന്നുള്ളത് പറയാം. ഐ കം ഫ്രം അങ്കമാലി. എൻ്റെ സ്ഥലം അങ്കമാലി ആയതുകൊണ്ട് ഐ കം ഫ്രം അങ്കമാലി. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് പറയാം. ഇനിയും പറയാൻ പോകുന്നത് എൻ്റെ എക്സ്പീരിയൻസ്, അതായത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ചിട്ടാണ് അടുത്തത് പറയാൻ പോകുന്നത്. എക്സ്പീരിയൻസ് അല്ല, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ BEd ചെയ്തു, അതിന് തൊട്ട് മുമ്പ് MA ചെയ്തു, അതിന് തൊട്ട് മുമ്പ് BA ചെയ്തു. അപ്പോൾ ഏറ്റവും അവസാനം ചെയ്തത് ആദ്യം പറയാം. ഐ ഹാവ് കംപ്ലീറ്റഡ് my Bachelor of Education in English from Calicut University Teacher Education Center, ചാലക്കുടി. ഇത് ലാസ്റ്റ് ചെയ്ത ഒരു ഡിഗ്രിയാണ്. ഇനി അതിന് മുമ്പ് ചെയ്തത് മാസ്റ്റേഴ്സ് ആണ്. അപ്പോൾ അത് പറയുന്നത് ഐ ഹോൾഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫ്രം സെയിൻറ്റ് തെരേസസ് കോളേജ്, എറണാകുളം. അതെൻ്റെ PG പറ്റിയിട്ട് പറഞ്ഞു. ഇനി എൻ്റെ ഡിഗ്രി ഐ ഹാവ് കംപ്ലീറ്റഡ് Graduation in English Literature, Journalism and Communication from TM Jacob Memorial Government College, മണിമലക്കുന്ന്, കൂത്താട്ടുകുളം. ഇത് എൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ്. സോ അത് ഞാൻ പറഞ്ഞു. ഇനി അടുത്തത് പറയാൻ പോകുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഇവിടെയാണ് നമ്മൾ എത്ര ഫിറ്റാണ് ഈ ജോബിന് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട പോയിന്റ്സ്. അതായത് ഞാനിവിടെ പറയാൻ പോകുന്നത് എൻ്റെ എക്സ്പീരിയൻസ്, പഠിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ അധികം നാളൊന്നും സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടില്ല. കുറച്ച് നാളെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ളൂ. അങ്ങനെ പറയുമ്പോൾ അവർക്ക് എൻ്റെ ടീച്ചിങ് എക്സ്പീരിയൻസ് കുറച്ച് നാളല്ലേ ഉള്ളൂ എന്നൊരു ഇംപ്രഷനാണ് വരും. പക്ഷേ ഞാൻ ട്യൂഷൻ എടുത്ത് ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു പോയിന്റ് അവിടെ ആഡ് ചെയ്യാം. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ജോബിന് മാച്ച് ആയിട്ടുള്ള എന്ത് ക്വാളിഫിക്കേഷൻസിനേക്കാളും എന്ത് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്കുള്ളത്, അത് നിങ്ങൾ അവിടെ ആഡ് ചെയ്യണം. ഈ ഒരു കാര്യം ഒരു യൂട്യൂബ് വീഡിയോയിലും നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരണം എന്നില്ല. നിങ്ങളാണത് കൺസ്ട്രക്ട് ചെയ്ത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ എനിക്ക് സ്കൂളിലും പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഉണ്ട്, ട്യൂഷൻ എടുത്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടി എനിക്ക് എന്താ പറയുക, ഞാനാണത് കൺസ്ട്രക്ട് ചെയ്ത് സെൻറ്റൻസസ് ആക്കി റെഡിയാക്കി എടുക്കേണ്ടത്. നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ഈ ഒരു ജോബിന് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ഒരു എന്താ പറയുക കൺസ്ട്രക്ട് ചെയ്ത് എടുക്കണം. ഇത് നിങ്ങൾക്ക് എന്താ പറയുക തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണത്. ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി പറയുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കാര്യം കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമേ പറയാൻ പോകുന്നത് എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതാദ്യം പറയാം. ഐ വർക്ക്ഡ് ആസ് എ ഗസ്റ്റ് ടീച്ചർ അറ്റ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പുളിയനം ആൻഡ് സെയിൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ, അയിരൂർ. കണ്ടോ, ഞാനിങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് ഗസ്റ്റ് ടീച്ചറായിട്ട് 2 സ്കൂൾസിൽ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു.
ഇനിയും എനിക്ക് പറയാൻ പോകുന്നത് എൻ്റെ ട്യൂഷൻ എടുത്തിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ്. സോ സ്കൂളിൽ പഠിപ്പിച്ചതിൻ്റെ കൂടെ ട്യൂഷൻ എക്സ്പീരിയൻസും കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഞാനിവിടെ ആഡ് ചെയ്യാണ്. അപ്പോൾ അതിനായിട്ട് അഡീഷണലി എന്നൊരു വേർഡാണ് യൂസ് ചെയ്യുന്നത്. അഡീഷണലി ഐ ഹാവ് ഗെയിൻഡ് ട്യൂഷൻ എക്സ്പീരിയൻസ് ടീച്ചിങ് English to students of various levels. This includes both online and offline tuition, where I have worked with students from UAE using platforms like Google Meet and Zoom. കണ്ടോ, ഇവിടെ ഞാൻ പുറത്ത് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള സൂമും മീറ്റും യൂസ് ചെയ്തിട്ടാണ് അവർക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഞാൻ അവിടെ ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കിയേ, എൻ്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഞാൻ എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ ക്വാളിഫിക്കേഷനും എൻ്റെ പേരും പിന്നെ എൻ്റെ സ്ഥലവും കൂടെ കൂട്ടി ഇത്രയും കാര്യങ്ങൾ വെച്ച് ഞാൻ എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്തു. ഇനി നമ്മുടെ ഫാമിലിനെ പറ്റിയിട്ടൊന്നും സെൽഫ് ഇൻട്രൊഡക്ഷനിൽ പറയേണ്ട ആവശ്യമില്ല. ഇത് എൻ്റെ ജോബിൻ്റെ കാര്യമാണ്. എനിക്ക് ജോലി കിട്ടാൻ പോകുമ്പോൾ എൻ്റെ പാരൻസിൻ്റെ ജോലിനെ പറ്റി അവർക്ക് അറിയേണ്ട ആവശ്യം ഇല്ല. പിന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ അവർ ചോദിക്കാം, പാരൻസ് ഫാമിലി അതൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചോദിക്കാം, മാരീഡ് ആണോ, അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് അവർ ചോദിക്കും ഇങ്ങോട്ട്. അപ്പം നമ്മൾ പറഞ്ഞാൽ മതി. അതല്ലാതെ നമ്മൾ എൻ്റെ ഫാമിലിയിൽ ഇത്ര പേരുണ്ട്, എനിക്ക് ഇന്നൊരു ബ്രദറുണ്ട്, എൻ്റെ ബ്രദർ ഇവിടെ വർക്ക് ചെയ്യുന്നു, എനിക്ക് സിസ്റ്ററുണ്ട്, സിസ്റ്റർ ഇവിടെ വർക്ക് ചെയ്യുന്നു, ഈ കാര്യങ്ങളൊന്നും അവർക്ക് ആവശ്യമില്ല. പിന്നെ അവർ ചോദിക്കുകയാണെങ്കിൽ നമുക്കത് പറയാം, അത്രയേ ഉള്ളൂ. റെലവൻ്റ് ആണെങ്കിൽ മാത്രം അത് പറഞ്ഞാൽ മതി. പിന്നെ നിങ്ങളുടെ ഹോബീസ്, ഇൻട്രസ്റ്റ്, അതായത് നിങ്ങൾ ടി വി കാണും, നിങ്ങൾ മ്യൂസിക് കേൾക്കും, അങ്ങനത്തെ നിങ്ങളുടെ ഹോബീസും, ക്രിക്കറ്റ് കളിക്കും, ഫുട്ബോൾ കളിക്കും, അങ്ങനത്തെ ഹോബീസൊന്നും ആവശ്യമുണ്ടെങ്കിൽ മാത്രം പറയുന്നതാണ് നല്ലത്. അതൊന്നും നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ പറയേണ്ട ആവശ്യം ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും ആദ്യം പറഞ്ഞിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ തീർക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു, ഇതാണ് ഏറ്റവും നല്ല സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഏകദേശം ഇതേപോലെയൊക്കെ നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ സ്വന്തമായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളാണത് ചെയ്യേണ്ടത്. ഒരു മോഡലാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നിൽക്കുന്നത്. നിങ്ങൾ അതിനനുസരിച്ച് നല്ല ഭംഗിയായിട്ട് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എനിക്കിത് പറയാൻ പറ്റുമോ, ഇതാണ് എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ, ഇങ്ങനെയാണ് ഞാൻ പറയേണ്ടത്, എനിക്കിത് പറയാൻ പറ്റുമോ എന്ന് നോക്കുക. ഒരു എന്താ പറയുക, ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഫ്രണ്ടിൽ ചെന്നിരുന്നിട്ട് ഇങ്ങനെ നമ്മളെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ചിലപ്പോൾ നമുക്ക് ആദ്യമൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കിയെടുക്കണം. അത് നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. ഇത് നന്നായി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ നന്നായിട്ട് നമ്മളെ പറ്റി ഇംപ്രസ്ഡ് ആവും. അപ്പോൾ തന്നെ നമ്മളുടെ ജോബിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വെച്ച് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഓക്കെ, സോ ഈ കാര്യങ്ങളെല്ലാം കീ പോയിൻറ്റ്സ് നിങ്ങൾ മൈൻഡിൽ വയ്ക്കുക. നിങ്ങളിത് സെൻറ്റൻസസ് ആയിട്ട് നല്ല ഭംഗിയിൽ ഗ്രമാറ്റിക്കൽ എറേഴ്സ് വരാതെ കൺസ്ട്രക്റ്റ് ചെയ്യുക. ബൈ ഹാർട്ടാക്കി പോകണമെന്ന് പറയുന്നില്ല, പക്ഷേ അടുത്ത പോയിൻറ്റ്സ് ഇങ്ങനെ വേഗം പെട്ടെന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഫ്രണ്ടിൽ ചെന്നിരിക്കാൻ. ഈ ഒരു കാര്യം പറയുമ്പോൾ അത്യാവശ്യം ഒന്ന് പ്ലസൻ്റ് ആയിട്ട്, അതായത് ചിരിക്കണം, ഭയങ്കരമായി ചിരിക്കരുത്, ഒരു അത്യാവശ്യം ഒന്ന് ചിരിക്കാം. എന്നിട്ട് അവിടെ ഇൻ്റർവ്യൂ ബോർഡിൽ ഒരുപാട് ആളുകളുണ്ടാവും, ചിലപ്പോൾ 5-6 അല്ലെങ്കിൽ 3-4 ആളുകൾ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരുടെ എല്ലാവരുടെയും നിങ്ങൾ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് വരണം. അത് വന്നെങ്കിൽ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി, അത് തന്നെ വന്നോളും. ഓക്കെ, കോൺഫിഡൻ്റ് ആയിട്ട് പേടിക്കാതെ നെർവസ് ആവാതെ ഇരിക്കുക, പ്രസൻറ്റ് ചെയ്യുക. Okay, thank you for watching.